ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ ഒന്നല്ല. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റീസെൻ്റായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സാധനം പരിചയപ്പെടുത്തി തരാനാണ്. റീസെൻ്റായിട്ടെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ട് ഇത് ഓർഡർ ചെയ്ത് ഇവിടെ വന്നിരുന്നിട്ട്. ജസ്റ്റ് ഞാൻ പൊട്ടിച്ചൊക്കെ നോക്കി, അതിൻ്റെ പാക്കേജിംഗ് ഒക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കി. എന്നിട്ട് ഇവിടെ വെച്ചേക്കായിരുന്നു. നിങ്ങൾക്കും കൂടി ഒന്ന് ഇത് കാണിച്ച് തരാം എന്ന് വെച്ചിട്ട്. കാണുമ്പോൾ വിചാരിക്കും ഇത്ര വലിയ സംഭവം എന്നല്ലാതെ നിങ്ങൾ, പക്ഷെ എനിക്ക് ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഇത് ഓർഡർ ചെയ്ത സമയത്ത്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഇതിങ്ങനെ സെറ്റ് ചെയ്യാനും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ മുമ്പ് കുറേ പേര് വീഡിയോ കണ്ടിട്ടുണ്ടാവും, ആരെങ്കിലുമൊക്കെ വാങ്ങി സെറ്റ് ചെയ്യുന്ന സംഭവമൊക്കെ. അല്ലാത്തവർക്കായിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഞാനത് എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സാധനം. അപ്പോൾ അതിൻ്റെ പാക്കേജിങ് ഓൾറെഡി ഞാൻ ഇത് പൊട്ടിച്ചൊക്കെ വെച്ചല്ലോ. കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും എന്തായെന്നൊക്കെ. അതിൽ കുറേ ഇതേ കണ്ടില്ലേ, ഇങ്ങനെ നമ്പേഴ്സൊക്കെ കാണാം, പിന്നെ എന്തൊക്കെയോ കാണാം. പിന്നെ ഇത് ഈ ഒരു പേപ്പറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, അപ്പോൾ ഇത് ഒരു ക്ലോക്കാണ് കേട്ടോ, വാൾ ക്ലോക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാൻ കുറേ ആയി ക്ലോക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ, ഓൺലൈനിൽ നോക്കുമ്പോൾ സാധാ നമുക്ക് വീട്ടിലുള്ള പോലത്തെയും കണ്ടുമടുത്തതൊക്കെ. അപ്പം പിന്നെ എനിക്കിങ്ങനെ എൻ്റെ ചുമരിൽ ആണിയൊന്നും അടിക്കാൻ ഒരു രക്ഷയില്ല. ഇതിൻ്റെ കൂടെ ഉള്ളതല്ല, ആണി അടിക്കാൻ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ വല്ല സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ശരിക്കും വിചാരിച്ചത് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്നാണ്. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, കണ്ടില്ലേ ഇത് ഹാങ് ചെയ്തിടുന്നതാണ്. വേണമെങ്കിൽ സ്റ്റിക്കും ചെയ്യാം. അപ്പോൾ ഞാനിത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഉള്ള സംഭവം, അതായത് ഡബിൾ സൈഡഡ് ടേപ്പൊക്കെ വെച്ചു നോക്കി. അത് കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ എടുത്ത് എവിടെ നിന്നൊക്കെയോ പടക്കിയെടുത്ത് ഇതിൻ്റെ താഴെയുള്ളതൊക്കെ പോയി, ഗ്ലൂ ഒക്കെ റെഡിയാക്കി നോക്കി. പിന്നെയാണ് ഞാൻ ഓൺലൈനിൽ വേറൊരു സംഭവം ഇതുപോലെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റണത് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഇത് റെഡിയാക്കാം. ഇനി വെച്ചിരുന്നിട്ട് എന്താ, വാങ്ങിയും പോയി. അപ്പോൾ ഇതിൽ കണ്ടില്ലേ ഇങ്ങനെ നമ്പേഴ്സ്, നമുക്കിത് ക്ലോക്കായിട്ട് സെറ്റ് ചെയ്യണം നമ്മൾ. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ക്ലോക്കല്ല, ഇതിൽ നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ വാളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണ്ടോ. കണ്ടില്ലേ എല്ലാ നമ്പേഴ്സും അല്ല. ഇതിൽ 12ൻ്റെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ 12, 3, 9, 6 ഇതുപോലെ കണ്ടില്ലേ ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ വെക്കും എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇത് വരിക. അപ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ റൗണ്ട് ഷേപ്പിന് വരാൻ വേണ്ടി ഉള്ളതാണ് ഇത്. കണ്ടില്ല, കൂടാണ്ട് നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സ്, അതായത് 1, 2, 4, 5 അതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ഇത് വരുന്നത്. 1, 2, 4, 5, 7, 8, 10, 11 പറയും. പിന്നെ ഇത് നമുക്ക് കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കാനാണ് ഈ ഒരു പേപ്പർ. ഇതിൽ എല്ലാത്തിൻ്റെയും ഭാഗത്ത് അവരിങ്ങനെ വെച്ചിട്ട് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതൊക്കെ ഞാൻ നമ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെയുള്ള ഇത് 3 കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ അതിനാണ്, അതായത് നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിന് വരാൻ വേണ്ടി, അത് ഷേപ്പ് പോകാണ്ടിരിക്കാൻ ഇത് തന്നെ വേണ്ട സൂചി. പിന്നെ ഇതിൽ ഓൾറെഡി ഞാൻ ബാറ്ററി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വർക്കാവുമെന്നൊന്നും എനിക്കറിയില്ല. ആദ്യം ഞാൻ സൂചി ഒന്ന് ഇതാക്കി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഫാൻസി ക്ലോക്ക്, DIY ക്ലോക്കാണ് കേട്ടോ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ എഴുതിയിരിക്കുന്നത് DIY ക്ലോക്ക്. അപ്പോൾ അങ്ങനെ പലതരത്തിലുണ്ട് ഇതിൻ്റെ. ഞാൻ വാങ്ങിയേക്കണത് ഇതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം ഏതാണ് ഫസ്റ്റ്. ടിങ് ടിങ് ടിങ്, ഇത് ലാസ്റ്റ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് വയ്ക്കാൻ തോന്നുന്നു, ചെറുത്. പണ്ട് ക്ലോക്ക് അഴിച്ചു പണിയുടെ പരിപാടി എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കാം എന്നൊരു ഊഹം. ഈ ബാറ്ററി വർക്കാവുന്നില്ല, നമുക്കത് മാറ്റാം. ഞാനേ വേറൊരു ഇതിൽ നിന്ന് എടുത്തിട്ടത് ബാറ്ററിയാണ്. അയ്യോ, ഇതിൻ്റെ ഇതൊക്കെ ഊരിപ്പോയല്ലോ ഈശ്വര. ചതിച്ചോ?
ഓ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ പറയാൻ വിട്ടുപോയത്, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഓർഡർ ചെയ്യുന്ന സമയത്ത് 316 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ നോക്കിയപ്പോഴും അത്ര തന്നെയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലുള്ളതാണല്ലോ. പിന്നെ ഇത് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്തൊക്കെ താഴെ വേഗം വീഴോ, ബാക്കിയുള്ള അപ്ഡേറ്റൊക്കെ ഞാൻ എപ്പോഴെങ്കിലും വീഡിയോയിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വാൾ ക്ലോക്ക്. അപ്പോഴേക്കും കറണ്ട് പോയി. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. സിനിമാറ്റിക് സ്റ്റുഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.